ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹൈദരാബാദി ഡിഷാണ്. ഹൈദരാബാദി സ്റ്റൈലിലൊരു മട്ടൻ കടായി ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ഡിഷസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇതിൻ്റെ ടേസ്റ്റിനെ കാണും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഫ്ലേവറാണ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിയുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഇത് സെർവ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് നല്ല രുചിയുള്ളൊരു ഡിഷാണെന്ന്. അതിന് സീക്രട്ട് മറ്റൊന്നുമല്ല, ഇതിൽ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത് ആ ഒരു ഓൺ ദ സ്പോട്ടിലാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ആക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറും കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ചെയ്യുന്ന പോലെ മുമ്പേ കൂട്ടിയിട്ട് പൗഡർ ആക്കി വെച്ചതിന് ശേഷമല്ല ഇതിലേക്ക് ചേർക്കുന്നത്, ഓൺ ദി സ്പോട്ടിൽ. അതായത് നമ്മൾ ആ ഡിഷ് ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിലേക്കുള്ള മസാല പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പൗഡർ തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്കൊരു 2-3 ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ. അടുത്ത് ചേർക്കേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി കൊറിയാണ്ടർ സീഡ് എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1 ടീസ്പൂൺ പെപ്പർ കോൺസ് നമ്മുടെ കുരുമുളക് എടുക്കുക. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ അത്രയും എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ബേ ലീഫ് എടുക്കാം. ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. കൂടാതെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു ഇത്രയും എടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. വളരെ ചെറിയ ഫ്ലെയിമിൽ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും റോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, കളറും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിനൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരും. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ റെഡ് ചില്ലി നിങ്ങളുടെ എരിവനുസരിച്ച് എടുക്കുക. ഒരുപാടൊക്കെ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു 4-5 ഒക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ചൂടായി. ഇനി നമുക്കിത് പൊടിച്ച് വെച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മട്ടൻ കടായി പ്രിപ്പയർ ചെയ്യാനുള്ള പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഓയിലാണ്. ബട്ടർ താല്പര്യമുള്ളവർക്ക് ബട്ടർ ചേർക്കാം. ബട്ടറിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഡിഷിന് ടേസ്റ്റ്. പക്ഷെ നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെ നോക്കുന്നവർക്ക് ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. ഓയിലും കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 to 6 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മട്ടൺ എടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 kg മട്ടൺ ഉണ്ട്. ബോൺസ് ഒക്കെ കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബോൺസ് കൂടി ഉണ്ടാകുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ടതില്ല, ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഈ ഒരു ഓയിലിൽ സോട്ട് ചെയ്തെടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓയിലൊക്കെ കൂടുതലൊന്നും താല്പര്യം ഇല്ലാത്തവർ കുറക്കാവുന്നതാണ്. പക്ഷെ ഏതൊരു ഡിഷും ഓയിലും ഒക്കെ കൂടുമ്പോൾ തന്നെയാണ് അതിന് ടേസ്റ്റും കൂടുതൽ. അപ്പോഴത്തേനാണ് നമ്മളെ ഹെൽത്തിന് പ്രോബ്ലംസും വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഈ ഒരു മട്ടൺ പീസസ് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ കളറൊന്ന് മാറി ഒരു വൈറ്റ് കളർ ഒന്ന് ആവുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ turmeric പൗഡർ കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളൊരു കുക്കറിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് മട്ടൺ വേവിക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ്. മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും എല്ലാവർക്കും അറിയാം കുറച്ച് കൂടുതലായിട്ട് കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ടൈമൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഡിഷ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡറാണ്. അപ്പോൾ അത് നമുക്ക് എത്ര ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാല പൗഡർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്തിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എരിവൊക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും 3/4 ഭാഗത്തോളം മസാല പൗഡർ ഈ ഒരു ടൈം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള റെഡ് ചില്ലി നല്ല എരിവുള്ള റെഡ് ചില്ലിയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഡിഷ് നല്ല കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ്. ഈ ഒരു മട്ടൺ വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും വെള്ളം ചേർത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മളൊരു വെള്ളം റെഡ്യൂസ് ചെയ്യുന്നവരെ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മട്ടനും ഓവർ കുക്കാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്യാം.
ഒരു 10 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് നിന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഇത് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എടുക്കുന്ന മട്ടൻ്റെ കുക്കിംഗ് ടൈമും വ്യത്യാസം ഉണ്ടാവും. ചിലത് വളരെ ഇളയതായിട്ടുള്ള മട്ടൺ പീസസ് ആയിരിക്കും, ചിലത് കുറച്ച് മൂത്ത് പോയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ മാറ്റം വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമുക്കിതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു കറി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ആ ഒരു മട്ടൺ പീസസിൻ്റെ വേവ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യുക. ഇത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് നല്ല ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒരുപാട് റെഡ്യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ മട്ടൺ പീസസ് തന്നെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. പൊടിയില്ലാത്ത കട്ട തൈര് ചേർക്കുക. ഇതിൻ്റെ കൂടെ ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തക്കാളി നല്ലപോലെ പഴുത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് പഴുപ്പ് കുറവാണെങ്കിൽ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഈ ഒരു തൈരും നല്ലപോലെ ഈ ഒരു കറിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കറിന് കുക്കറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു തൈരും അതുപോലെ തന്നെ തക്കാളിയും ചേർത്തതിന് മുമ്പ് വരെയുള്ള പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്തതിന് ശേഷം കുക്കറിന്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് മട്ടൺ വേവിച്ചെടുക്കുക. അതായത് മട്ടന് കംപ്ലീറ്റ് ആയിട്ട് വേവിക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മട്ടൺ വേവിച്ചതിന് ശേഷം കുക്കറിന്റെ പ്രഷർ കളയുക. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ടുള്ള പ്രൊസീജിയർ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ഡിഷിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതായത് നമ്മൾ ഈ ചേർക്കുന്ന തക്കാളിയും അതുപോലെ തൈരെല്ലാം കൂടി ചേർത്തതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കരുത് മട്ടന്. അതിന് മുമ്പ്, അതായത് ഈ തക്കാളിയും അതുപോലെ യോഗട്ടും ചേർത്തതിന് മുമ്പ് വരെയുള്ള പ്രൊസീജിയർ ചെയ്യുക. ശേഷം പ്രഷർ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല പൗഡറിൽ ബാക്കിയുള്ള ഭാഗം ഈ ഒരു ടൈമിലാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഈ ടൈമിൽ ബാക്കിയുള്ള മസാല പൗഡർ കൂടി ചേർക്കുക. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതലാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് മസാല പൗഡർ ബാക്കി വെച്ചിട്ട് ചേർത്തിയാൽ മതി. പക്ഷേ ഈ ഒരു കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മസാല പൗഡർ കംപ്ലീറ്റ് ചേർക്കുമ്പോൾ തന്നെയാണ് കറക്റ്റ് ആ ഒരു മസാല പൗഡറിൻ്റെ ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നത്. നല്ല പോലെ ഇത് മിക്സ് ചെയ്യുക. ഈ ഒരു ടൊമാറ്റോ നല്ല പോലെ ഇതിൽ മാഷ് ആയിട്ട് വരണം. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ടൊമാറ്റോ പീസസ് ഒന്നും കാണരുത്. അത് നല്ല പോലെ അതിൽ മാഷ് ആയി നിൽക്കണം. അതിൻ്റെ സ്കിന്ന്, ടൊമാറ്റോയുടെ സ്കിന്ന് മാത്രമേ അവിടെ ഇവിടെ മാത്രം കാണുള്ളൂ. അതല്ലാത്ത പോർഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്രേവിയിൽ മിക്സ് ആവണം. നല്ല പോലെ മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. നല്ല പോലെ ഈ ഒരു ടൊമാറ്റോ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലെ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ മാഷ് ആയതിനു ശേഷം നമുക്ക് ഇതിൽ നിന്നും ഒരു മട്ടൺ പീസ് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മട്ടൺ പീസസ് എല്ലാം കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു തക്കാളി നല്ലപോലെ ഇതിൽ മാഷായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1-2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുക. നമ്മളിതുവരെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് സ്റ്റൈലിലെ മട്ടൺ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടേസ്റ്റിനേക്കാളും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഫ്ലേവറാണ്. നമ്മൾ ഈ ഒരു ഡിഷ് സെർവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ തന്നെ നമുക്കിത് കഴിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും. മാത്രമല്ല നമുക്കിത് ഏതിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാം. അതായത് റൊട്ടിയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇനിയിപ്പോൾ ഗീ റൈസ്, പ്ലെയിൻ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റോട് കൂടെ കഴിക്കാൻ പറ്റിയിട്ടൊരു ഡിഷ് തന്നെയാണ്. ഈ ഒരു ഡിഷ് ഇതുപോലെയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളവർക്കും അതുപോലെ ടൈം ഇല്ലാത്തവരും ഇത് കുക്കറിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ പകുതി സ്റ്റേജ് വരെ മട്ടൺ വേവിക്കുന്ന ടൈം വരെ കുക്കറിൽ ചെയ്യുക. അതിനുശേഷം കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യുക. അങ്ങനെയും ഈ ഒരു ഡിഷ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.